ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ മച്ചാമാരെ, ഞാൻ കഴിഞ്ഞ ദിവസം പെങ്ങളുടെ വീട്ടിൽ വന്നതാണ്. ഇവിടെ കുറേ പുതിയ ചെടിച്ചട്ടികൾ കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് കടയിൽ നിന്ന് വാങ്ങിയതാണെന്നാണ്, പക്ഷേ സംഭവം ഇതിവിടെ ഉണ്ടാക്കിയതാണ്. ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറേ എണ്ണം ചെടി വെച്ചതുണ്ട്, കുറേ പുതിയത് ഉണ്ടാക്കി വെച്ചതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള, വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ പറ്റാൻ നോക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി ഷെയർ ചെയ്യുക. എന്നാൽ നമുക്ക് ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എടുക്കാം. അപ്പം നമ്മളിത് ചെടിച്ചട്ടി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ചെടിച്ചട്ടിയുടെ അച്ച്, അതുപോലെ എംസാൻഡ്, പിന്നെ പഴയ ഓയിൽ, ചെടിച്ചട്ടിയിൽ പുരട്ടി കൊടുക്കാനായിട്ട് ഓയിൽ, പിന്നെ ഒരു ചെറിയ ക്ലോത്ത്, കോട്ടൻ്റെ തുണിക്കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, സിമൻറ്റ്, പിന്നെ ചെറിയൊരു കപ്പ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അളവെടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഒരു സ്പൂണ്, പിന്നെ ഒരു എക്സോ ബ്ലേഡ് അവിടെ വെച്ചിട്ടുണ്ട്. അത് ബ്ലേഡ് തന്നെ വേണമെന്നില്ല, ചെറിയൊരു വടിയുടെ എന്തെങ്കിലും കഷ്ണം കിട്ടിയാൽ മതി, ഉള്ളിൽ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കുമ്മായ കത്തി, പിന്നെ അതേപോലെ ഒരു അച്ചിൻ്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ ഒരു ബക്കറ്റിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്തൊരു പീസായാലും മതി. പിന്നെ ഒരു ചെറിയ പീസ് തെർമോക്കോള്, അത് നമുക്ക് ചട്ടിയുടെ അടിയിൽ വെച്ച് കൊടുക്കാനാണ്. ചെറിയൊരു ഹോൾ ഇട്ടാലും മതി, പക്ഷേ തെർമോക്കോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചട്ടി റെഡി ആയതിന് ശേഷം അത് നനയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ വെള്ളം നിറച്ച് വെക്കണമെങ്കിലൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായി നമ്മൾ എടുത്ത് വെച്ച ഓയിൽ കോട്ടൺ തുണിയിലാക്കിയിട്ട് നമ്മുടെ അച്ചിൽ നന്നായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തുന്ന രൂപത്തിൽ പുരട്ടി കൊടുക്കുക. കാരണം ഇത് നമ്മൾ ചെടിച്ചട്ടി നിർമ്മിച്ച് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് സുഖമായിട്ട് ഇതിൽ നിന്ന് ഊരി പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. ഓയിൽ നല്ല രീതിയിൽ എല്ലാ ഭാഗങ്ങളിലും തേച്ച് കൊടുക്കുക. ഓയിൽ തേച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇത്തിരി സിമൻറ്റിൻ്റെ പൊടി എടുത്തിട്ട് അതിൽ എല്ലാ സ്ഥലങ്ങളിലും വെതറി കൊടുക്കുക. കാരണം നമ്മൾ ഒരു അച്ച് വെച്ചിട്ട് സിമൻറ്റ് കുമ്മായം അതിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് നല്ല രീതിയിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സിമൻറ്റ് വെതറുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇത്തിരി ഗ്രൗട്ട്, സിമൻറ്റ് മാത്രം എടുത്തിട്ട് അത് ചെറുതായിട്ട് കലക്കിയിട്ട് ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കണം. ഈ ഗ്രൗട്ട് നമ്മൾ നല്ല ലൂസാക്കിയതിൻ്റെ ശേഷം ചട്ടിയിലൊന്ന് ഒഴിച്ചിട്ട് എല്ലാ ഭാഗങ്ങളിലും ഒന്ന് കറക്കി കൊടുക്കുക. നല്ല എല്ലാ സ്ഥലങ്ങളിലും എത്തുന്ന രൂപത്തിലൊന്ന് ചെയ്ത് കൊടുക്കുക. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുറമെ കാണുന്ന ചെറിയ ഹോൾസ് കുറഞ്ഞ് കിട്ടും, ഒരു സിമൻറ്റിൻ്റെ ഒരു ഇത് കിട്ടും പുറം ഭാഗത്ത്. ഇപ്പോൾ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടെ സിമൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വെതറി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ട് നമുക്ക് അളവെടുക്കാം. 3:1 എന്ന അനുപാതത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ 3 കപ്പ് എംസാൻഡ് എടുക്കുന്ന സമയത്ത് 1 കപ്പ് സിമൻറ്റ് എടുക്കുക. അതേപോലെ നമ്മൾ ഏകദേശം എത്ര ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അളവെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഒരു ചട്ടിക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. ചെറിയ 3 കപ്പിലാണ് എംസാൻഡ് എടുക്കുന്നത്. 3 കപ്പ് എംസാൻഡും 1 കപ്പ് സിമൻറ്റുമാണ്. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു പാകം ലൂസ് മതി. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ചട്ടിയിൽ അത് വിചാരിച്ച പോലെ അച്ചിൽ നിൽക്കില്ല. നമ്മളൊരു പുട്ടുപൊടിയുടെ രൂപത്തിലാക്കിയെടുത്താൽ മതി. ഒരുപാട് ലൂസായിട്ടുള്ള മിക്സ് വേണ്ട നമുക്ക്. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ലൂസായി പോകരുത്. ഏകദേശം ഒരു പുട്ടുപൊടി ഉണ്ടാവുന്ന രൂപത്തിലേക്ക് മതി. എംസാൻഡ് നനവുള്ളതാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികമായി പോരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് നനവിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് അടിഭാഗത്ത് ലെവൽ ചെയ്യാം. ഒരു 1-1.5 കത്തി ഇട്ടതിൻ്റെ ശേഷം അടിഭാഗത്ത് 1-2 കത്തി ഇട്ടതിൻ്റെ ശേഷം അടിഭാഗത്ത് നമുക്ക് നല്ല രീതിയിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഗ്ലൗ യൂസ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അതേപോലെ അടിയിലിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തതിൻ്റെ ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ തലഭാഗം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രൂപത്തിൽ മിനുക്കിയെടുക്കാൻ പറ്റും. വീഡിയോയിൽ കാണുന്ന പോലെ സ്പൂണിൻ്റെ തലഭാഗം എടുത്തിട്ട് അടിഭാഗം നല്ല രീതിയിൽ മിനുക്കി കൊടുക്കുക. മിനുക്കിയതിൻ്റെ ശേഷം നടുവിൽ ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട്
നമ്മുടെ തെർമോക്കോൾ അവിടെ ഇട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ കുമ്മായ അതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ മിനുസാക്കി കൊടുക്കുക. പിന്നീട് കുമ്മായം നമ്മൾ അതിലേക്ക് എടുത്തിട്ടതിൻ്റെ ശേഷം നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ ഇതുപോലെ മുകളിലോട്ട് വലിച്ചു വെക്കാം. ഒരുപാടെണ്ണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഗ്ലൗ യൂസ് ചെയ്യുക. ഇതിൽ നമ്മൾ ഒന്ന് മാത്രം ആയതുകൊണ്ട് ഗ്ലൗ ഇടാതിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 അച്ച് വെച്ച് ചെയ്യാതിരിക്കാനുള്ള കാരണം ഒരുപാട് ഇതിൻ്റെ അളവ്, കുമ്മായത്തിൻ്റെ അളവ് വ്യത്യാസം വരും. ഇത് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കട്ടിയിൽ മാത്രം ചെയ്താൽ മതി. ചുറ്റുഭാഗം ഇതേപോലെ സിമൻറ്റ് പിടിപ്പിച്ചതിൻ്റെ ശേഷം ഇപ്പോൾ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ചെറിയ ബക്കറ്റിൻ്റെ പീസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ അച്ച് കട്ട് ചെയ്തെടുത്താലും മതി. ഇത് ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വക്ക് ഭാഗം, മുകൾ ഭാഗം ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉള്ളിൽ കുമ്മായം പറ്റിക്കുന്ന സമയത്തൊക്കെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിലൂടെ അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ കത്തി എടുത്തിട്ട് ചുറ്റും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് കറക്റ്റ് ലെവലിലായി വരുന്നത് വരെ ചെയ്താൽ മതി. ചെയ്തതിൻ്റെ ശേഷം എക്സോ ബ്ലേഡ് എടുത്തിട്ട് അല്ലെങ്കിൽ ചെറിയൊരു വടി എടുത്തിട്ട് ഉള്ളിൽ നമുക്കിതുപോലെ വടിച്ചും കണ്ടിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ സ്പൂണിൻ്റെ തല വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഏകദേശം എത്ര കട്ടിയായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. കട്ടി എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ ഇത്തിരി കുമ്മായം ഇട്ട് കൊടുക്കുക. ഉൾഭാഗം നല്ല രീതിയിൽ ചെയ്തതിൻ്റെ ശേഷം സ്പൂൺ എടുത്തിട്ട് സൈഡിലും നല്ല രീതിയിൽ മിനുസാക്കി കൊടുക്കുക. സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ സൈഡിൽ മിനുക്കാൻ ഏറ്റവും എളുപ്പമാണ്. നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സ്പൂൺ കൊണ്ടാണെങ്കിൽ നന്നായിട്ട് മിനുസാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മുകളിൽ സൈഡിൽ ശരിയാക്കുന്ന സമയത്ത് താഴെ തൊഴിഞ്ഞതുണ്ടെങ്കിൽ താഴെ ഭാഗം ഒന്നും കൂടെ സ്പൂണ് വെച്ചും കണ്ടി മിനുസാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ മിനുക്ക് പണിയും കഴിഞ്ഞതിൻ്റെ ശേഷം മുകൾ ഭാഗം ഒന്നും കൂടെ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കായിട്ട് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ചെറിയ കത്തി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും, നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതേ നല്ല ഫിനിഷിംഗ് ആയി വന്നിട്ടുണ്ട്. എല്ലാ സൈഡിലും നല്ല വൃത്തിയിലായി വന്നിട്ടുണ്ട്. ഈ ബക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് തിരിച്ചും കണ്ട് എടുത്താൽ മതി, എന്നാൽ പിന്നെ കറക്റ്റ് കിട്ടും. ഇത് തിരിച്ചെടുക്കുന്ന സമയത്ത് സൈഡ് വക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മെല്ലെ സൈഡിൽ വെച്ചും കണ്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ കറക്റ്റ് നമ്മുടെ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് അച്ചെന്ന് പുറത്തെടുക്കേണ്ടത്. അപ്പോൾ അതേ നമ്മൾ കഴിഞ്ഞ ദിവസം അച്ചിൽ വെച്ചു. ഇന്നിപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചട്ടി എടുത്തിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ വിരിച്ച് അതിൽ കമഴ്ത്തി വെച്ച് നമ്മൾ നല്ല ചുടുവെള്ളം, അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിൻ്റെ പുറകിലൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചട്ടിയുടെ മുകളിലൂടെ നല്ല ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം ഒരു 1-2 ജഗ് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് മെല്ലെ ഊരിയെടുക്കാൻ കിട്ടും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് തട്ടി കൊടുത്ത് ലൂസാവുന്നതിന് വേണ്ടിയിട്ട് തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് മെല്ലെ തിരിച്ച് ഊരിയെടുക്കാം. മെല്ലെ പൊക്കി നോക്കുക, അതല്ലെങ്കിൽ അച്ചിൻ്റെ ആ ലൈൻ അനുസരിച്ച് വേണം ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുത്താൽ എളുപ്പത്തിൽ ഊരാൻ കിട്ടും. അപ്പോൾ നമ്മുടെ ചട്ടി ഇതാ കറക്റ്റ് അച്ചിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യുന്ന പണിയാണ് ബാക്കി ഉണ്ടാവുക. ഇതിങ്ങനെ കിട്ടിയതിൻ്റെ ശേഷം ഒരു 3 ദിവസം മുതൽ ഒരാഴ്ച വരെ വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ്. കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ ശേഷം നമ്മളെടുത്തിട്ട് നമ്മൾ അന്ന് വെച്ച തെർമോക്കോൾ നമുക്ക് എന്ത് ചെയ്യുക, ഹോളിന് വേണ്ടിയിട്ട് അത് കുത്തിയെടുത്ത് കളയുക. ചിലപ്പോൾ ഉള്ളിൽ ഇത്തിരി സിമൻറ്റ് കുമ്മായം ഉള്ളത് കൊണ്ട് കൈകൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ചെറിയൊരു കമ്പി കഷ്ണം എടുത്തിട്ട് മെല്ലെ തട്ടി കൊടുത്താൽ മതി. ചെറിയൊരു ഹോൾ അവിടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കുക. അടിഭാഗത്ത് പെയിൻ്റ് അടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മുകളിലും ടോപ്പിലും അടിച്ചാൽ മതി പെയിൻറ്റ്.
പെയിൻ്റ് അടിക്കുന്ന സമയത്ത് സൈഡിലും അതുപോലെ ഉൾഭാഗത്തിൻ്റെ ചെറിയൊരു പോർഷനും കൂടെ അടിച്ചാൽ മതി. പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഭംഗി ഉണ്ടാവുക ചട്ടിയുടെ. ഇപ്പോൾ സൈഡ് മൊത്തം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മറിച്ച് വെച്ചിട്ട് മുകൾ ഭാഗത്ത് കുറച്ച് സ്ഥലം കൂടെ പെയിൻറ്റ് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ടോപ്പിൽ നമ്മൾ ഈ വക്ക് ഭാഗവും പിന്നെ അതുപോലെ ഉള്ളിൽ ചെറിയൊരു ഭാഗം കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഉൾഭാഗത്ത് ഈ ഒരു പോർഷൻ പെയിൻറ്റ് ചെയ്ത ശേഷം നമുക്കിത് കുറച്ച് സമയം വെയിലത്ത് കൊണ്ടുവെക്കാം. നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.